രാജ്യത്തെ ജില്ലകളിലെ വിദ്യാഭ്യാസ നിലവാരം പരിശോധിച്ചപ്പോൾ കേരളം ഒന്നാം സ്ഥാനത്തായെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി. പഠനത്തോടൊപ്പം കായികവും കലാപരവുമായ കഴിവുകളെയും പ്രോത്സാഹിപ്പിക്കണമെന്നും മന്ത്രി. കൊടുവായൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പാഠപുസ്തകത്തിൽ മാത്രം ഒതുങ്ങാതെ കുട്ടികളുടെ സമഗ്ര വളർച്ച ഉറപ്പാക്കാനാണ് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം. അറിവിനോടൊപ്പം സാമൂഹിക പ്രതിബദ്ധതയുള്ളവരായി വളരാൻ കുട്ടികൾക്കാവണം. ഇതിനായി സംസ്ഥാനത്തെ സ്കൂളുകൾ മികച്ച പ്രതിഭകളെ സംഭാവന ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്ക് മികച്ച പഠനാന്തരീക്ഷം ഒരുക്കുവാനുള്ള പ്രവർത്തനങ്ങൾ തുടരും. വിദ്യാർത്ഥികളുടെ നേട്ടങ്ങളെ സംബന്ധിച്ച കേന്ദ്ര സർക്കാരിന്റെ സർവേയിൽ 16ാം സ്ഥാനത്തായിരുന്ന കേരളം 2ാം സ്ഥാനത്തേക്ക് ഉയർന്നുവെന്നും മന്ത്രി വ്യക്തമാക്കി. ആ പരിശ്രമങ്ങളൊന്നും കേരളത്തിലെ ജനങ്ങൾ വകവെച്ചു കൊടുക്കില്ല എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ വർഷം ഇന്ത്യ ഒട്ടാകെ നടന്ന കുട്ടികളുടെ അച്ചീവ്മെന്റ് സർവേ എന്ന് പറയും. കുട്ടികളുടെ അക്കാഡമിക് നേട്ടങ്ങളെ സംബന്ധിച്ച് ഇന്ത്യ ഗവൺമെന്റ് നടത്തിയ സർവേയിൽ നമ്മുടെ കൊച്ചു കേരളം 2ാം സ്ഥാനത്തെത്തിയെന്ന് ഞാൻ അഭിമാനപൂർവ്വം പറയുകയാണ്. നമ്മൾ 16ാം സ്ഥാനത്തായിരുന്നു. പഞ്ചാബുമായി 1 പോയിന്റിലാണ് നമ്മൾ പരാജയപ്പെട്ടത് എന്ന് കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. മറ്റൊരു കാര്യം, ഇന്ത്യ ഒട്ടാകെയുള്ള ജില്ലകളിലെ വിദ്യാഭ്യാസ നിലവാരം എടുത്തപ്പോൾ നമ്മുടെ കേരളം 1 മുതൽ 14 വരെയുള്ള 14 ജില്ലയിൽ 1ാം സ്ഥാനത്തെത്തി എന്നുള്ള കാര്യം കൂടി ഞാൻ ഇവിടെ സൂചിപ്പിക്കാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സംസ്ഥാനത്തെ നല്ലൊരു ശതമാനം സ്കൂളുകൾ അടച്ചുപൂട്ടുവാനുള്ള ശ്രമങ്ങൾ നടക്കുന്ന സമയത്താണ് ഈ സർക്കാർ അധികാരത്തിലെത്തിയത്. കഴിഞ്ഞ 9 വർഷം പൊതുവിദ്യാഭ്യാസ രംഗം മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കൊണ്ട് മുന്നോട്ട് പോവുകയാണെന്നും മന്ത്രി പറഞ്ഞു. കെ ബാബു MLA അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനിമോൾ മുഖ്യാതിഥിയായി. സാങ്കേതിക റിപ്പോർട്ട് പൊതുമരാമത്ത് വകുപ്പ് AE വിഷ്ണു പ്രദീപൻ അവതരിപ്പിച്ചു. പ്ലാൻ ഫണ്ട് 3 കോടി രൂപ ചിലവഴിച്ചാണ് 670 ചതുരശ്ര മീറ്റർ വിസ്തീർണത്തിൽ കൊടുവായൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പുതിയ കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. ജില്ലാ പഞ്ചായത്ത് അംഗം M രാജൻ, കൊല്ലങ്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് R ചിന്നക്കുട്ടൻ, കൊടുവായൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് V പ്രേമ സുകുമാരൻ, ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ TA സലീന BV, പ്രിൻസിപ്പൽ T ശോഭ, PTA പ്രസിഡന്റ് K രവിചന്ദ്രൻ, ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു.